മുൻ എം.എൽ.എ. PV അൻവറും കോൺഗ്രസും തമ്മിലുള്ള രാഷ്ട്രീയ കലഹം രൂക്ഷമാവുകയാണ്. കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ MLA-യുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് അൻവറും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള അകൽച്ച വന്നത്. എന്തായാലും ഇതോടെ പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി ഇരുപക്ഷവും രംഗത്തെത്തിയിരിക്കുകയാണ്. ബേപ്പൂരിൽ കോണിയിലോ കൈപ്പത്തിയിലോ മത്സരിച്ചിരുന്നെങ്കിൽ ജില്ലയിൽ 13 സീറ്റും ലഭിക്കുമായിരുന്നുവെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ MLA-യുടെ പ്രസംഗത്തോടെയാണ് അൻവറും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള കലഹം മറനീക്കി പുറത്തുവന്നത്. ഇതോടെ ബേപ്പൂരിലെ തോൽവിക്ക് പിറകിൽ ചതിച്ചത് ചന്തു എന്ന എതിർവാദവുമായി അൻവറും രംഗത്തെത്തി. ബേപ്പൂരിലെ ജനങ്ങളും സഖാക്കളും ജയിപ്പിച്ചപ്പോൾ പരാജയപ്പെടുത്തിയത് ചേർത്തുനിർത്തിയവർ എന്നതായിരുന്നു കോൺഗ്രസിനെതിരായ PV അൻവറിന്റെ ആരോപണം. അൻവറിന്റെ തോൽവിക്ക് പിന്നിൽ UDF തന്നെയെന്ന് നേരത്തെയും വിമർശനം ഉയർന്നിരുന്നു. DCC നേതൃത്വം അന്വേഷണം തോൽവിയിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് യാതൊരുവിധ അന്വേഷണവും നടന്നിരുന്നില്ല. അൻവറല്ലാതെ UDF-ൽ നിന്നുള്ള മറ്റാരെങ്കിലും മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കാൻ കഴിയുമായിരുന്നുവെന്ന് അഭിപ്രായവും ഒരു വിഭാഗം UDF നേതാക്കൾക്കിടയിലുണ്ട്. അൻവറിന്റെ പേരിൽ ഉയർന്നു വന്ന ചില കേസുകളും ആരോപണങ്ങളും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കിയെന്നും വിലയിരുത്തലുണ്ട്. ഇതിനിടയിലാണ് പാർട്ടിക്കുള്ളിലെ പോര് പുറത്തുവരുന്നത്. PV അൻവറിനെ UDF മുന്നണിയുടെ ഭാഗമാക്കുന്ന ഘട്ടം മുതൽ തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിർപ്പ് ശക്തമായിരുന്നു. മുന്നണി പ്രവേശനത്തിന് പിന്നാലെ പലതവണ പ്രാദേശിക തലത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ഭിന്നതകൾ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അൻവറുമായുള്ള സഹകരണത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അതൃപ്തി ഇപ്പോഴും തുടരുന്നുവെന്നതിന്റെ സൂചനയാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാറിന്റെ പുതിയ പ്രസ്താവന. ഇതോടെ അൻവറും കോൺഗ്രസും തമ്മിലുള്ള പോര് കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ്. ജനം, കോഴിക്കോട്.